ഡൽഹിയിൽ തുടരുന്ന CPM PB യോഗം ഒരു പ്രതീക്ഷ എങ്ങനെ ഒരു നിരീക്ഷകന്റെ അല്ല, ഞാൻ ഇതുപോലെ തന്നെ പിണറായി ഇതേപോലെ ഒരു സാഹചര്യം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ടോ? ഒരു കഥാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ ഇല്ല, പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി അങ്ങനെ കാര്യമായ തർക്കം നടന്നിട്ടില്ല. ഉള്ളത് നടന്നത് കോൺഗ്രസിൽ. കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയെ ഭൂരിപക്ഷം MLA മാർ അനുകൂലിക്കുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ഹൈക്കമാൻഡ് തന്നെ ഇങ്ങോട്ടേക്ക് ഈ MLA മാരോട് VD സതീശൻ ഇപ്പൊ അങ്ങനെ ഇല്ലെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് RCയുടെ അവകാശവാദം മാത്രമാണ്. അല്ല, ഞാൻ പറഞ്ഞത് അത്തരം ഒരു അല്ല, ഞാൻ പറഞ്ഞത് RC പറഞ്ഞു അത് RCയുടെ മാത്രം നിലപാടാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ സണ്ണി ജോസഫ് അവിടെ കൈവയ്ക്കുന്നത് വീടിക്ക് വേണ്ടിയാണ്. അതല്ല ഹാഷ്മി, അങ്ങനെ ഒരു ഏതായാലും അത് ആരോപണമാവട്ടെ അവകാശവാദമാകട്ടെ, അങ്ങനെ ഒരു വസ്തുത അത് നടന്നിട്ടുള്ളത് ഈ UDF-ലാണ് അത്തരം കാര്യങ്ങൾ, കോൺഗ്രസിലാണ് അത്തരം കാര്യങ്ങൾ നടന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി CPIM-ൽ ഇതുവരെ അത്തരത്തിലുള്ള ഒരു തർക്കം നടന്നിട്ടില്ല. പക്ഷേ ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട്. കനത്ത തോൽവിയുടെ പശ്ചാത്തലമുണ്ട്. പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചു. കേരളത്തിൽ LDF ഭരണത്തിന് നേതൃത്വം നൽകി. CPIM-ന്റെ ഈ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള, ഒരുപക്ഷെ അതിൻ്റെയൊക്കെ അവസാന വാക്കെന്ന് പറയാൻ കഴിയാമായിരുന്ന പിണറായി വിജയനാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് എന്ന ആ ആരോപണം. അത് മാത്രമല്ല, ഇക്കാര്യത്തിൽ പാർട്ടി ഏത് തരത്തിലുള്ള പരിശോധനയാണ് നടത്തുക, ഇനി ഏത് തരത്തിലുള്ള നവീകരണത്തിനാണ് CPIM വിധേയമാകാൻ പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അത്തരം കാര്യങ്ങളിൽ ഈ പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കാട്ടിയാൽ അത് CPIM-നെ സംബന്ധിച്ച് പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു കാര്യമായിരിക്കുമെന്നതിനപ്പുറം പിണറായി വിജയനെ തന്നെ നിലവിലെ നേതാക്കളുടെ അവരുടെ സംഘടനാ പരിചയം കണക്കിലെടുത്താൽ, ഭരണപരിചയം കണക്കിലെടുത്താൽ, നിയമസഭയിലെ പരിചയം കണക്കിലെടുത്താലൊക്കെ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയാണുള്ളത്. അതല്ലെങ്കിൽ CPIM കേന്ദ്ര നേതൃത്വം, അതിൽ MA ബേബിയുടെ പങ്കാണ്. MA ബേബി എന്ത് നിലപാടെടുക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റ് കേന്ദ്ര PB അംഗങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അതെല്ലാം അംഗീകരിച്ച് പിണറായി വിജയന്റെ പേരാണ് ഇവരെല്ലാം നിർദ്ദേശിക്കുന്നതെങ്കിൽ പിണറായി ഇതിന് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാൻ ഞാൻ തയ്യാറാണ് എന്ന കാര്യം അംഗീകരിക്കുമോ എന്നതും കാത്തിരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അത് KN ബാലഗോപാൽ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ, പിന്നീടുള്ള സജി ചെറിയാനും മുഹമ്മദ് റിയാസൊക്കെയാണ്. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ പിന്നീട് പിണറായി വിജയൻ ഒഴിഞ്ഞാൽ മാത്രം ആ നിലയിൽ KN ബാലഗോപാൽ വരാനുള്ള സാധ്യതയാണ് ഞാൻ. അവിടെ പ്രശ്നം ഇതാണ് എന്ന് പറഞ്ഞാൽ, KN ബാലഗോപാൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാണ്, സാത്വികനാണ്, മൃദുഭാഷിയാണ്. അദ്ദേഹത്തിന് ഒരു എന്താണ് മണ്ഡലത്തെ പ്രതികരിക്കുന്ന ആളാണ്. കലഞ്ഞൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഒരു പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും കുന്തമുനയെ നിലയുറപ്പിക്കാൻ, ഷാർപ്പായി നിൽക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ കാര്യം അദ്ദേഹത്തിന്റെ ഓരോരുത്തർക്കും വ്യക്തിപരമായ ചില സവിശേഷതകളും ചില പരിമിതികളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് എനിക്കൊക്കെ അതിൽ സംശയം ഉണ്ട് കാര്യത്തിൽ. എന്തായാലും വേറെ ഓപ്ഷനിൽ KN ബാലഗോപാൽ ഞാൻ നേരത്തെ സ്വരാജിനെ അറിയാം. സാറെ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പം നമ്മളിപ്പോൾ കേട്ടു CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു, ഞങ്ങൾ PMCയുടെ കാര്യം പറഞ്ഞു, ആശാ വർക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, PMCയിൽ ഞങ്ങൾ വിജയിച്ചു, ആശാ വർക്കേഴ്സിൻ്റെ കാര്യം 2-3 തവണ പറഞ്ഞിട്ടും ചെവിക്കൊണ്ടില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ MA ബേബി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞല്ലോ, വാ പിളർന്ന് ഇനി അങ്ങ് വിമർശിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഇവരുടെ പേടി മാറിയിട്ടില്ല. എൻ്റെ SK ഒന്നും പറഞ്ഞു. SK എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ SFIയിലുള്ള കാലത്ത് അന്ന് അത് താഴെയുള്ള കമ്മിറ്റിയിൽ ഏത് കാലമായിരിക്കും അത് 2006 കാലം, 2003, 2000 5-6 വർഷം SK ഏറ്റവും താഴെയുള്ള കമ്മിറ്റിയിലെ ഏറ്റവും മെലിഞ്ഞിരിക്കുന്ന പയ്യനൊക്കെ ഒന്ന് വിമർശനം നമ്മൾ ഞെട്ടിപ്പോകും. അമ്മാതിരി അടിക്കുന്നതാണ്. എന്നാൽ SFIയുടെ താഴെ കമ്മിറ്റി മുതൽ DYFI മുതൽ പാർട്ടി മുതൽ അങ്ങനെ ഭയരഹിതമായി വിമർശിക്കണമെന്ന് പറയേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ചർച്ച എന്ന് പറയുന്ന അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് മാത്രം, അല്ല സുഖിപ്പിച്ച് വർത്താനം പറയാവുന്ന പരിപാടി അവിടെ ഇല്ല. ആ പാർട്ടിയുടെ പാരമ്പര്യമുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV എന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഭയരഹിതമായി പറയണം എന്ന് പറയുകയാണ്. SK എന്തൊരു അപ്പോൾ ഈ പോയ 10 വർഷങ്ങൾ ഭയത്തിൽ മിണ്ടാതിരിക്കാന്ന് അർത്ഥം. ആരോഗ്യമായ ചർച്ച നടന്നുകൊണ്ടിരുന്ന പാർട്ടിയാണിത്. അപ്പൊ ഈ കഴിഞ്ഞ 10 വർഷം ഈ ഭയത്തിന്റെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി വെക്കുകയായിരുന്നു SK അവിടെ. അതിന് പിന്നാലെ MV പറയാണ് എന്താ തുറന്നടിച്ച് പറയണമെന്ന് പറയണം. അപ്പൊ ഇക്കാലം അത്രയും ഈ പാർട്ടി പോയ പോക്ക്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയ പോക്ക്, ഈ പോക്കൊന്നും കാണാൻ തുറന്നടിക്കാതെ ഭയന്നിരിക്കാന്ന് അക്കൂട്ടർ. അതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ MV ഗോവിന്ദൻ ME ബേബിയുടെ ഒക്കെ ഈ പറഞ്ഞ ലൈസൻസ് വോട്ട് മൊത്തം ഒഴുകിപ്പോയി. 102 സീറ്റ് എന്ന മാരക വിജയം UDF കൊണ്ടുപോയി. എന്നിട്ടെങ്കിലും ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ആർജവമുള്ള സഖാക്കൾ താഴെത്തട്ടിൽ ഉണ്ടാവണം. കാര്യം ആ പാർട്ടിയുടെ നിലനിൽപ്പ് പ്രധാനമാണ്.
ഇനി അത് മാത്രം ഉണ്ടായാൽ പാടില്ല. കാര്യം ബംഗാളിലൊക്കെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ബംഗാളിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ബംഗാളിൽ CPM ഒരു തിരിച്ചുവരവൊക്കെ എന്താണ് കഠിനമായ CPM പ്രവർത്തകർ പോലും കരുതുന്ന അവിടെ രാഷ്ട്രീയം മാറുന്നു, അവിടെ രാഷ്ട്രീയം കമ്മ്യൂണലാകുന്നു, കമ്മ്യൂണൽ നെടുകപ്പെടുന്നു നിൽക്കുന്നു. അങ്ങനെ കമ്മ്യൂണൽ നെടുകപ്പെടുന്നു നിൽക്കുന്ന രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിൽ മതേതര രാഷ്ട്രീയ പ്രസക്തിയില്ല. കാര്യം എന്താണ്, ഒരിക്കൽ വർഗീയത അവിടെ പൂത്തുവിടർന്നാൽ പിന്നെ മതേതര വിത്ത് അവിടെ വിരിയില്ല എന്നുള്ളത് ഈ രാജ്യത്തെ ചരിത്രമാണ്. അപ്പോൾ ആ കാലത്ത് ഈ സംസ്ഥാനത്തെ പാർട്ടി അതിൻ്റെ അലകും പിടിയും മാറ്റുക, അതിനുണ്ടായ പിഴവുകൾ തിരുത്തുക, ഈ പറയുന്ന വോട്ട് ശതമാനത്തിന് കണക്കുകളുടെ ഈ കള്ളക്കണക്ക് കൊണ്ട് വരാതിരിക്കുക, ഈ പറയുന്ന അനർഹമായ പരാജയം പോലുള്ള വോട്ടർമാരെ കളിയാക്കുന്ന പരിപാടി പറയാതിരിക്കുക. CPM സംസ്ഥാന സമിതി അംഗം KL കുമാർ പറയുകയാണ് എന്തോന്ന് UDFന്റെ 1 കോടി വോട്ടുകൾ എന്തോന്ന് മതരാഷ്ട്രവാദത്തിന് എന്തോന്ന് പറയുകയാണ്. SK ഈ കമ്മ്യൂണൽ ഈ പറഞ്ഞ വോട്ട് ധ്രുവീകരണത്തിനുള്ള ഈ കമ്മ്യൂണൽ പരിപാടി CPM എന്ന് തുടങ്ങിയോ അന്ന് തകർച്ച തുടങ്ങിയാണ്. അത് നിർത്തണം. അത് CPMന്റെ രാഷ്ട്രീയമല്ല. CPMന്റെ രാഷ്ട്രീയം മതേതര രാഷ്ട്രീയമാണ്. അതിലേക്ക് ബാക്ക് ടു ബേസിക്സിലേക്ക് പോകാൻ CPM തയ്യാറാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.